ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സ്റ്റൈലിൽ എങ്ങനെ അടിപൊളി നെയ്ച്ചോറും അടുകോയ്മയും ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ കണ്ടുനോക്കിയാലോ. ആട് ഇവിടെ കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി, വലിയുള്ളി, പച്ചമുളക്, തക്കാളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചപ്പ് എല്ലാം കൂടി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ചെമ്പട്ടി ചൂടാവാൻ വേണ്ടി ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന ടൈം ആകുമ്പോൾ പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കരിയേണ്ട മുമ്പ് തന്നെ നമുക്ക് ചെറിയുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം തന്നെ നമുക്ക് വലിയുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വേഗം മിക്സ് ചെയ്യുക. കാരണം നമ്മൾ അടിയിലിട്ട ആ ഒരു ഏലക്ക അതുപോലെ പെരിഞ്ജീരകം അതൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അടച്ചിട്ടിട്ട് ഉള്ളി വഴന്ന് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് നമ്മുടെ കുറുമയുടെ കളറൊന്നും മാറിയൊന്നുമില്ല. നല്ലതായതുകൊണ്ട് ഒരു തുള്ളി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. കാരണം തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അത് ഞാൻ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ നല്ല ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി. അപ്പോൾ അതൊന്ന് നല്ലോണം ഉടയുന്ന രൂപത്തിലായിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മല്ലിപ്പൊടി തീക്കിടാറുണ്ട്. സാധാരണ ഒരു സ്പൈസീസും ചേർക്കാറില്ല ആരും. ഞാൻ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. വേറൊരു പ്രത്യേക ഫ്ലേവറാണ് ഉണ്ടാവല്. അപ്പോൾ എന്താണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആട് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ചപ്പ് പുതിനൻ്റെ ഇല കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇറച്ചി ഇടുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ ചപ്പിൻ്റെ ഇല ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചപ്പിൻ്റെ രുചിയൊക്കെ നമ്മുടെ ഇറച്ചിയിൽ പിടിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചി ഒന്നും കൂടി ഒന്ന് ആവാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ എല്ലാം ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് അതിലിട്ടെടുത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ വേണം. പിന്നെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ തേങ്ങയുടെ ഒരു അരപ്പ്, അണ്ടിപ്പരിപ്പൊക്കെ